വാർത്തകളിലേക്ക്. എയ്ഡഡ് അധ്യാപക നിയമനത്തിനെതിരെ ഹൈക്കോടതി. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ നിയമിക്കുന്നത് ഏത് മാനദണ്ഡത്തിലാണെന്ന് ഹൈക്കോടതി ചോദിച്ചു. ടീച്ചർ നിയമനത്തിൽ നെക്സസ് എന്നും കോടതിയുടെ വിമർശനം. എയ്ഡഡ് സ്കൂൾ നിയമനം സുതാര്യമാക്കാൻ എന്തൊക്കെ നടപടികൾ വേണമെന്ന് ഒരാഴ്ചക്കകം സർക്കാർ അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കുന്നു. ബിനിൽ ചേർന്ന വിവരങ്ങളുമായി. ബിനിൽ, ഇത് ഈ കാലാകാലങ്ങളായി ഉള്ള സംഭവമാണ്. എയ്ഡഡ് അധ്യാപക നിയമനം അതെങ്ങനെയാണ് നടക്കുന്നത്? ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല, ഈ നാട്ടിലെ കോടതികൾക്കും എല്ലാം അറിയുന്നതാണ്. എയ്ഡഡ് അധ്യാപക നിയമനത്തിന്റെ ഭാഗമായി സ്കൂളുകൾ ഏത് നിലയിലാണ് കോഴപ്പണം കൈപ്പറ്റുന്നത്, ഏത് നിലയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതിന്റെ സുതാര്യത എന്താണ്? ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു ചോദ്യം, ഗൗരവമുള്ള ചോദ്യം ഉന്നയിക്കാനുള്ള സാഹചര്യം എന്താണ്? ഇത് ഈ ചോദ്യം ഉന്നയിക്കാനുള്ള സാഹചര്യം പരിശോധിച്ചാൽ സംസ്ഥാനത്തെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലെ 10 അധ്യാപകർ അവരുടെ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ഹർജിയുമായി കോടതിയിൽ എത്തുകയായിരുന്നു. അപ്പോഴാണ് കോടതി ഈ എയ്ഡഡ് നിയമനം എങ്ങനെയാണ് ഇവരെ നിയമിക്കുന്നത്, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ PSC പരീക്ഷ നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് ആ റാങ്ക് പട്ടികയിൽ ഏറ്റവും ഉന്നത റാങ്കുകളിൽ എത്തുന്നവരാണ് അധ്യാപകരായിട്ട് വരുന്നത്. ഇവിടെ സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമനങ്ങൾ പൂർണ്ണമായും മാനേജ്മെന്റിന്റെ കയ്യിലാണുള്ളത്. അതായത് മാനേജറുടെ അധികാരമാണ്. അതാണ് ഹൈക്കോടതി ഇപ്പോൾ ചോദിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് സെലക്ഷൻ പ്രോസസ്സാണ് നിങ്ങൾ ഈ അധ്യാപക നിയമനത്തിലൊക്കെ തന്നെ നടത്തുന്നത് എന്നതാണ് കോടതി ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അതോടൊപ്പം അല്പം കടന്നുകൊണ്ട് തന്നെ കോടതി പറയുന്നത്, ആ ഉത്തരവിന്റെ ഭാഗമായി തന്നെ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു വലിയ നെക്സസ് ഉണ്ട് എന്നാണ് കോടതി പറയുന്നത്. ഈ സ്കൂൾ മാനേജ്മെന്റുകളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ അധികൃതരുമായി ബന്ധപ്പെട്ട്. കാരണം ഈ മാനേജർമാർ ഒരു സെലക്ഷൻ പ്രോസസ്സും ഇല്ലാതെ അധ്യാപകരെ തെരഞ്ഞെടുക്കുന്നു. ആ അധ്യാപകരുടെ തെരഞ്ഞെടുപ്പ്, അവരുടെ നിയമനം സർക്കാർ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ ഈ നിയമനങ്ങൾ നടക്കുന്നത് എന്നതാണ് കോടതിക്ക് അറിയേണ്ടത്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ പലരും പലപ്പോഴായി ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ ഇത്. കാരണം ഒരു എയ്ഡഡ് സ്കൂൾ എന്ന് പറയുമ്പോഴത്തേനും അതിൽ നിയമനങ്ങൾ നടത്തുന്നത് മാനേജ്മെന്റ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലാത്ത കാര്യം തന്നെയാണ്. അത് എന്ത് മാനദണ്ഡത്തിലാണ് നടത്തുന്നതെന്നുള്ള ചോദ്യം തന്നെ അവിടെ പ്രസക്തമല്ല എന്ന് വേണം പറയാൻ. കാരണം ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, വർഷങ്ങളായി നടന്നു വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം പ്രശംസിച്ച് തന്നെ ആവണം. കാരണം എപ്പോഴെങ്കിലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചോദ്യം മുന്നോട്ട് വന്നല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലെ. സർക്കാർ സാലറി കൊടുക്കുന്നവർക്ക് സർക്കാർ തന്നെ നിയമനവും കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ തന്നെയല്ലേ വേണ്ടിയിരുന്നതും. മാനേജ്മെന്റ് എന്ത് മാനദണ്ഡത്തിലാണ് ജോലി കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അല്ലെങ്കിൽ നമ്മൾക്കൊരു സംശയവുമില്ല. അതിനൊക്കെ വലിയ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ തന്നെയാണ് പല മാനേജ്മെന്റും ഓരോ അധ്യാപകരെ തെരഞ്ഞെടുക്കുന്നത്. അതൊരിക്കലും ക്വാളിഫിക്കേഷന്റെ മാത്രം മാനദണ്ഡത്തിലല്ല ഒരാൾക്ക് ജോലി കൊടുക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ലാത്ത കാര്യം തന്നെയാണ്. പലപ്പോഴും പലരുടെയും വേദനകളിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോഴെങ്കിലും പുറത്തു വന്നല്ലോ, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ഒരു ചർച്ചാ വിഷയമായല്ലോ എന്നുള്ള കാര്യത്തിൽ ഒരു സന്തോഷം തോന്നുന്നു. PSC എക്സാമിലൂടെ പാസ്സായി, അതുപോലെ തന്നെ ഇന്റർവ്യൂ പാസ്സായി ഒക്കെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു PSC നിയമനം തന്നെയാണ് അവിടെയും വേണ്ടിയിരുന്നത്. മികച്ച കഴിവുള്ളവരെ തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരിക്കലും പണത്തൂക്കത്തിന്റെ ബലത്തിലല്ലാതെ സ്വന്തം കഴിവിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരാൻ പലർക്കും കഴിയുമായിരുന്നു. പലരുടെയും ജീവൻ വരെ പൊലിഞ്ഞതായിട്ട് നമ്മൾക്ക് അറിയാവുന്നത് തന്നെയാണ്. ഈ ഒരു വിഷയം ചർച്ചാ വിഷയമാവാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും നമ്മൾക്ക് തോന്നിയിട്ടുള്ളത്. ഒരു എക്സാം എഴുതി പാസ്സായി വന്ന ഒരാൾക്കും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളിൽ ഇതുപോലെ മാനേജ്മെന്റ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്കും ഒരേപോലെയുള്ള രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ അതേ ബലത്തിൽ തന്നെയാണ് ഈ ഒരു മാനേജ്മെന്റ് തിരഞ്ഞെടുക്കുന്ന ഒരു അധ്യാപകനും മുന്നോട്ട് വരുന്നത്. അത് സ്കൂളുകളിൽ മാത്രമല്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തു തന്നെയായാലും ഇത് അനുഭവിച്ചു വരുന്ന പലർക്കും ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ സന്തോഷം തോന്നും, ഹൈക്കോടതിയോട് ഒരു ബഹുമാനവും തോന്നും. എന്തു തന്നെയായാലും ഈ ഒരു വിഷയം ഇനി വളരെയധികം ചർച്ച ചെയ്യപ്പെടട്ടെ, അല്ലെങ്കിൽ ഈ ഒരു നിയമനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. സർക്കാർ വേതനം വാങ്ങുമ്പോൾ സർക്കാരിന്റെ നിയമനത്തിലൂടെ തന്നെ അത് നടത്തണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.